CUT UG 2026 അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. CUT UG 2026 എഴുതിയിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. കമന്റ് ബോക്സിൽ നമ്മുടെ ഹെൽപ്പ് ഡെസ്ക് ലിങ്ക് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്താൽ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ബേസിക്കലി നമുക്കറിയാം, നമുക്ക് ഒരുപാട് യൂണിവേഴ്സിറ്റികളുടെ ആപ്ലിക്കേഷൻ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു വരുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ. അതുപോലെ തന്നെ കുറച്ച് യൂണിവേഴ്സിറ്റികൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുന്നുണ്ട്. അതുപോലെ തന്നെ ചിലതൊക്കെ അഡ്മിഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തു, ചിലതൊക്കെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിന്ന് പറയുന്നതായിരിക്കും. നമ്മൾ ഇതിന്റെ ഓരോ യൂണിവേഴ്സിറ്റികളുടെ വെബ്സൈറ്റിൽ കയറി ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അപ്കമിങ് ഇനി വരുന്ന വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ നിലവിലുള്ള യൂണിവേഴ്സിറ്റിയുടെ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കാര്യങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. നമുക്കത് വീഡിയോയിലേക്ക് വരാം. തന്നെ നമുക്ക് ഫസ്റ്റ്ലി നമുക്ക് ഐ ഐ ടി ധാർവാഡിന്റെ അപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത് 24 ജൂൺ 2026 അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 12 ജൂലൈ 2026 വരെയായിരുന്നു അപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന്റെ ഫസ്റ്റ് റൗണ്ട് ഓഫ് കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ഒരു 10 ദിവസം മുമ്പായിരുന്നു. ജൂലൈ 20 ആ ഒരു സമയത്ത്, 18-20 ആ ഒരു സമയത്തായിരുന്നു ഫസ്റ്റ് റൗണ്ട് ഓഫ് കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അതിന്റെ സെക്കൻഡ് ആൻഡ് തേർഡ് റൗണ്ട് ഓഫ് ഫിഫ്ത്ത് വരെ കൗൺസിലിംഗ് വരെ എത്തിയിട്ടുണ്ടെന്നാണ് നിലവിലുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ഷീറ്റ് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടാകും. ഈ ഒരു ഷീറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽപ്പ് ഡെസ്കിൽ ജോയിൻ ചെയ്ത് നമ്മൾ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓരോ യൂണിവേഴ്സിറ്റിയുടെ അപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാറ്റസ് നമ്മൾ ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ടൈമിലായിട്ട്. നിങ്ങൾക്ക് അതിൽ ഇവിടെ ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ അതിന്റെ വെബ്സൈറ്റിലേക്ക് കാര്യങ്ങളിലേക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിലേക്ക് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ IIT ധാർവാദിന്റെ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻ അതാണ്. പിന്നെയുള്ള ജാമ്യ മില്ലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയാണ്. നമുക്കറിയാം, ജാമ്യ മില്ലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയുടെ CUT വഴിയുള്ള കുറച്ച് കോഴ്സുകൾക്ക് അപ്ലിക്കേഷൻ ജൂൺ 30 ലാസ്റ്റ് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇപ്പോൾ അപ്ലിക്കേഷന്റെ അഡ്മിഷൻ പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഇതിലൊക്കെ മെയിലൊക്കെ വരുന്നുണ്ട്. ചില കുട്ടികൾക്കൊക്കെ മെയിൽ വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ ആപ്ലിക്കേഷനിൽ മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഡോക്യുമെന്റ്സ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് മെയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്ന ഡൽഹി യൂണിവേഴ്സിറ്റി ആണ്. ഡൽഹി യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു 26 ജൂൺ 2026 അതിന്റെ ലാസ്റ്റ് ഡേറ്റ്, ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നത് 11 ജൂലൈ 2026 ആയിരുന്നു. അപ്പോൾ ശേഷം അതിന്റെ ഫസ്റ്റ് റൗണ്ട് ഓഫ് അഡ്മിഷൻ, സെക്കൻഡ് റൗണ്ട് ഓഫ് അഡ്മിഷൻ ഒക്കെ കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു അതിന്റെ അതൊക്കെ കഴിഞ്ഞിരുന്നത്. ഇനി വരുന്നത് ഓഗസ്റ്റ് 3 or 2 മുതലാണ് ഇതിന്റെ തേർഡ് റൗണ്ട് ഓഫ് കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് ഇൻഫർമേഷൻ ഇവിടെ ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പോകുന്നതായിരിക്കും. ഇപ്പോൾ ഷീറ്റ് വേണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽപ്പ് ഡെസ്കിൽ ജോയിൻ ചെയ്ത് നമ്മളത് ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയാണ്. അതിന്റെ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 6 ജൂലൈ 2026 വരെയായിരുന്നു ആപ്ലിക്കേഷൻ ഡേറ്റ് എന്ന് പറഞ്ഞിരുന്നത്. കൗൺസിലിംഗ് നിലവിൽ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ വരുന്നത് ഡോക്ടർ BR അംബേദ്കർ യൂണിവേഴ്സിറ്റി ഡൽഹിയാണ്. ഡൽഹിയുടെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ 20 ജൂലൈ 2026 ആയിരുന്നു. അതിന്റെ ഫസ്റ്റ് മെറിറ്റ് ലിസ്റ്റ് ഇന്നലെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് മെറിറ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ മൗലാന ആസാദ് നാഷണൽ ഉറുദു യൂണിവേഴ്സിറ്റി അതിന്റെ അപ്ലിക്കേഷൻ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത് ജൂലൈ 8 അതിലിപ്പോൾ നിലവിൽ റൗണ്ടുകൾ കഴിഞ്ഞ് അഡ്മിഷൻ നമ്മൾ സ്പോട്ട് വരെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി പറ്റും. അലഹബാദ് യൂണിവേഴ്സിറ്റി ഓഫ് അലഹബാദ്, വൺ ഓഫ് ദി ഗുഡ് യൂണിവേഴ്സിറ്റിയിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അതിന്റെ അപ്ലിക്കേഷൻ 16 ജൂലൈ 2026 കഴിഞ്ഞിരുന്നത്. അതിന്റെ ഇപ്പോൾ നിലവിൽ സെക്കൻഡ് റൗണ്ട് ഓഫ് കട്ട് ഓഫ് ആണ് നിലവിൽ വന്നിട്ടുള്ളത്. ഫസ്റ്റ് റൗണ്ട് കട്ട് ഓഫ് വന്നിട്ട് ഇപ്പോൾ സെക്കൻഡ് റൗണ്ട് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റികളൊക്കെ അപ്ലൈ ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വെബ്സൈറ്റ് ലിങ്ക് കാര്യങ്ങൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഷീറ്റിൽ. പിന്നെ വരുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് ആണ്. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ 24 ജൂലൈ 2026 ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ നിലവിലൊന്നും വന്നിട്ടില്ല. എന്തായാലും കമ്മിങ് ഡേയ്സിൽ അത് എന്തായാലും വരുമ്പോൾ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും, ഈ ഷീറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വരുന്നതാണ് നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാനയുടെ ലാസ്റ്റ് ഡേറ്റ് 17 ജൂലൈ 2026 ആയിരുന്നു. അതിന്റെ തേർഡ് മെറിറ്റ് ലിസ്റ്റ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ലിസ്റ്റ്, സെക്കൻഡ് ലിസ്റ്റ്, തേർഡ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാനയുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മുവിന്റെ ലാസ്റ്റ് ഡേറ്റ് 16 ജൂലൈ 2026 ആയിരുന്നു. അതിന്റെ തേർഡ് മെറിറ്റ് ലിസ്റ്റ് അടക്കം സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് വന്നു കഴിഞ്ഞു എന്നാണ് അറിഞ്ഞത്. ഇപ്പോൾ നിലവിൽ തേർഡ് മെറിറ്റ് ലിസ്റ്റ് വന്നു എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ലിങ്ക് എന്ന് പറയുന്നത് കാര്യങ്ങളൊക്കെ നമ്മളതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് മഹാത്മാഗാന്ധി സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ്. മഹാത്മാഗാന്ധി സെൻട്രൽ യൂണിവേഴ്സിറ്റി അതിന്റെ അപ്ലിക്കേഷൻ 20 ജൂലൈ 2026 കഴിഞ്ഞു. അതിന്റെ അപ്ലിക്കേഷൻ ക്ലോസ് ആയിട്ടുണ്ട്. മെറിറ്റ് ലിസ്റ്റ് വെബ്സൈറ്റിൽ ഇപ്പോൾ വന്നിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഇത് വീഡിയോ ചെയ്യുന്ന സമയത്ത് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് അതിന്റെ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ വേണ്ടി പറ്റും.
പിന്നെ വരുന്നത് മിസോറാം യൂണിവേഴ്സിറ്റിയാണ്. അതിന്റെ ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് സോറി 10th ഓഗസ്റ്റ് 2026 ആണ്. അപ്പോൾ ഓഗസ്റ്റ് 10 വരെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആണ്. അപ്പോൾ അത് നിങ്ങൾ മിസോറാം യൂണിവേഴ്സിറ്റി നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാം. ഒരുപാട് കോഴ്സുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് ത്രിപുര സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ്. ത്രിപുര സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ 22nd ജൂലൈ 2026 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. മെറിറ്റ് ലിസ്റ്റ് വരാൻ ടൈം ആയിട്ടുണ്ട്, വരേണ്ട സമയമായിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി പറ്റും. പിന്നെ വരുന്നത് ടിസ് ആണ്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്. അപ്പം അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ 24 ജൂലൈ 2026 ആയിരുന്നു. എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഡേറ്റ് 24th വരെ. പിന്നെ അതിന്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ടിസിന്റെ വെബ്സൈറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കയറി അതിന്റെ മെറിറ്റ് ലിസ്റ്റ് വന്നോ ഇല്ല എന്നുള്ള സാധനം കാണാൻ വേണ്ടി പറ്റും. നിലവിലൊന്നും അപ്ഡേഷൻ വന്നിട്ടില്ല, നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. പിന്നെ വരുന്നത് ഗുരു കാസിദാസ് വിശ്വവിദ്യാലയമാണ്. അതിന്റെ 27th ജൂലൈ ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും മെറിറ്റ് ലിസ്റ്റ് വരാനുള്ള സമയമായിട്ടില്ല, വന്നാൽ നമ്മൾ എന്തായാലും ഇതിൽ അപ്ഡേറ്റ് ചെയ്യും. പിന്നെ IGNTU ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി 25th വരെ ആയിരുന്നു അപ്ലിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എന്തായാലും കമ്മിങ് ഡേയ്സിൽ. പിന്നെ BHU ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അതിന്റെ അപ്ലിക്കേഷൻ ക്ലോസ് ആയിട്ടുണ്ട്. അതിന്റെ മെറിറ്റ് ലിസ്റ്റ് വരാനുള്ള സമയമായിട്ടുണ്ട്. 1 or 2 ഡേയ്സിൻ്റെ ഉള്ളിൽ എന്തായാലും മെറിറ്റ് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ വരും. പിന്നെ സെൻട്രൽ ലിസ്റ്റ് ഓഫ് സൗത്ത് ബീഹാർ അതിന്റെ സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അതിന്റെ വെബ്സൈറ്റിൽ പോയാൽ കാണാൻ വേണ്ടി പറ്റും. സെക്കൻഡ് കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സെൻട്രൽ ലിസ്റ്റ് ഓഫ് ഹിമാചൽ പ്രദേശിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജൂലൈ 18th ആയിരുന്നു. ഫസ്റ്റ് മെറിറ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന്റെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ വേണ്ടി പറ്റും. ഈ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽപ്പ് ഡെസ്കിൽ ജോയിൻ ചെയ്താൽ മതി. ഹെൽപ്പ് ഡെസ്ക് ലിങ്ക് കാര്യങ്ങൾ കമന്റ് ബോക്സിൽ കൊടുക്കുന്നതാണ്. പിന്നെ സെൻട്രൽ ഓഫ് കാശ്മീരിലെ 19th June 2026 ആയിരുന്നു. ജൂലൈ 2026 ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ്. മെറിറ്റ് ലിസ്റ്റ് വന്നിട്ടുണ്ട്. സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് വരാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. നിങ്ങൾ അവിടെ അഡ്മിഷൻ കിട്ടിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഫീ പേ നേരത്തെ പറഞ്ഞ യൂണിവേഴ്സിറ്റികളുടെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ട് അഡ്മിഷൻ സെക്യൂർ ചെയ്യുക. ഒന്നെങ്കിൽ മെയിൽ വരും, അല്ലെങ്കിൽ കോൾ വരും. അതല്ലെങ്കിൽ ഈ അപ്ലൈ ചെയ്ത ആപ്ലിക്കേഷൻ പോർട്ടലിൽ പേയ്മെന്റ് ഓപ്ഷൻ വരും. അതല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിന്റെ ആ ഒരു ബ്രോഷറിൽ കാര്യങ്ങൾ പറയുന്ന നോട്ടിഫിക്കേഷൻസിൽ കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കും റിസൾട്ട് വന്നിട്ടുള്ള. പിന്നെ സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റീസ് അതിന്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിന് അപ്ഡേറ്റ്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സെൻട്രൽ ലിസ്റ്റ് ഓഫ് കേരളന്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് ഓവറോൾ ആയിട്ടുള്ള ശേഷം അതിന് അഡ്മിഷൻ കൗൺസിലിംഗ് പ്രൊസീജിയേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ. ലാസ്റ്റ് റൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയാൻ വേണ്ടി പറ്റിയത്. പിന്നെ വരുന്നത് ടെസ്പൂർ യൂണിവേഴ്സിറ്റി ആണ്. ടെസ്പൂർ യൂണിവേഴ്സിറ്റി അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ ക്ലോസ് ആയിട്ടുണ്ട്. മെറിറ്റ് ലിസ്റ്റ് ഉടനെ വരുന്നതായിരിക്കും. പിന്നെ വരുന്നത് സെൻട്രൽ ലിസ്റ്റ് ഓഫ് പഞ്ചാബ് ആണ്. പഞ്ചാബിൽ ഫസ്റ്റ് മെറിറ്റ് ലിസ്റ്റ്, സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും അതിന്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് അതിന്റെ വെബ്സൈറ്റിൽ പോയാൽ കാണാൻ വേണ്ടി പറ്റും. അഡ്മിഷൻസിനുമായി ബന്ധപ്പെട്ട് അതിന്റെ അഡ്മിഷൻസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത നോട്ടിഫിക്കേഷൻസ് ഒക്കെ കുട്ടികൾക്ക് വന്നിട്ടുണ്ട്. പിന്നെ സെൻട്രൽ ലിസ്റ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് 30th ജൂലൈ വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് സെൻട്രൽ ലിസ്റ്റ് ഓഫ് ആന്ധ്രാപ്രദേശിൽ അപ്ലൈ ചെയ്യാം. പിന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി അതിന്റെ ഫസ്റ്റ് മെറിറ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ എനിക്കൊന്ന് 2nd or 1st ഓഗസ്റ്റ് വരെയാണ് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സെലക്ടഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. പിന്നെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി കറക്ഷൻ വിൻഡോ 24th ലിസ്റ്റ് കാര്യങ്ങളും നിലവിലൊന്നും അപ്ഡേറ്റ്സ് ഇല്ല. നമ്മൾ എന്തായാലും ഇതിൽ കമ്മിങ് ഡേയ്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഷീറ്റ് വേണ്ടവർ നമ്മളുടെ ഹെൽപ്പ് ഡെസ്കിൽ ജോയിൻ ചെയ്ത് നമ്മൾ ഈ ഷീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ സെൻട്രൽ ലിസ്റ്റ് ഓഫ് ജാർഖണ്ഡിന്റെ 25th ജൂലൈ 2026 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അതിന്റെ മെറിറ്റ് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഔട്ട് ചെയ്തെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നത്. ഇതുവരെ ഔട്ട് ചെയ്തിട്ടില്ല. ഒരു നേരത്തെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു വന്നിട്ടുള്ളത്. നമുക്കത് കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ എന്തായാലും ഈ ഒരു ഷീറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ആ കാര്യങ്ങളൊക്കെ. പിന്നെ സെൻട്രൽ ലിസ്റ്റ് ഓഫ് തമിഴ്നാടിന്റെ ഫസ്റ്റ് സെലക്ടഡ് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, സെലക്ട് ആയ സ്റ്റുഡൻസിന്റെ. അതുപോലെ തന്നെ ഡോക്ടർ ഹരിശങ്കർ വിശ്വവിദ്യാലയയുടെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ 24 ജൂലൈ 2026 ആയിരുന്നു. അപ്പോൾ കമ്മിങ് ഡേയ്സിൽ എന്തായാലും അതിന്റെ റാങ്ക് ലിസ്റ്റ് വരും. ബാബാ സാഹിബ് ഭീംറാം അംബേദ്കർ യൂണിവേഴ്സിറ്റി 30th ജൂലൈ 2026 ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഒഡീഷ അതിന്റെ പ്രൊവിഷണൽ ഫസ്റ്റ് മെറിറ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി പറ്റും. ആസാം യൂണിവേഴ്സിറ്റി 15th ജൂലൈ 2026 ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇഫ്ലു ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി ഓഗസ്റ്റ് 5 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. വൺ ഓഫ് ദി ബെസ്റ്റ് ലാംഗ്വേജസിനുള്ള ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഇഫ്ലു നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ സെൻട്രൽ ഓഫ് കർണാടക അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 7th ഓഗസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെയൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ സെൻട്രൽ ഓഫ് ഗുജറാത്ത് 26th വരെയായിരുന്നു അപ്ലൈ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ അപ്ഡേറ്റ്സ് കാരണം നമ്മൾ ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ HNBGO ഹേമാവന്ത് നന്ദൻ ബഹഗുൻ ഗർവാൾ യൂണിവേഴ്സിറ്റി ശ്രീനഗറിലുള്ള അതിന്റെ 21st ജൂലൈ 2026 ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഇതിന്റെയൊക്കെ വെബ്സൈറ്റിന്റെ ലിങ്ക് കാര്യങ്ങൾ ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഷീറ്റ് ലിങ്ക് അത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അപ്ഡേറ്റ് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടുണ്ടാവും നമ്മൾ ഒരു യൂണിവേഴ്സിറ്റിയുടെ.
അത് നിങ്ങൾക്ക് അപ്ഡേഷൻസ് കാണാൻ വേണ്ടി പറ്റും ഈ ഷീറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്. പിന്നെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി, അവിടെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റീൻ്റെ ഫസ്റ്റ് മെറിറ്റ് ലിസ്റ്റ്, സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് വരേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട്. മെറിറ്റ് ലിസ്റ്റ് വന്നിട്ടുണ്ടെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത് അവിടെ 30th ജൂലൈ 2026 ആണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ജൂലൈ 2026 ആണ്. ഫസ്റ്റ് മെറിറ്റ് ലിസ്റ്റ് 31st 1st വരും. കാരണങ്ങൾ കൂടുതലൊന്നുമില്ല. പിന്നെ 24th August 2026 വരെയാണ് നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ അപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അവിടെ LLB മാത്രമാണ് ഇപ്പൊ നിലവിൽ വന്നിട്ടുള്ള അപ്ഡേഷൻ എന്ന് പറയുന്ന കോഴ്സുകൾ. പിന്നെ നാഷണൽ സയൻസ് യൂണിവേഴ്സിറ്റി അതിന്റെ അപ്ലിക്കേഷൻ ക്ലോസ് ആയിട്ടുണ്ട്. കൗൺസിലിംഗ് ഉടനെ എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. നളന്ദ യൂണിവേഴ്സിറ്റിയുടെ August 10 വരെയാണ് അപ്ലിക്കേഷൻ ഉള്ളത്. യൂണിവേഴ്സിറ്റിയുടെ 17th August വരെ അപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ് 30th July 2026 വരെയാണ് അപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുള്ളത്. പിന്നെ സിക്കിം യൂണിവേഴ്സിറ്റി അപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ടെക്നോളജി ഫസ്റ്റ് ലിസ്റ്റ് എന്തായാലും ഉടനെ ഔട്ട് ചെയ്യുന്നതായിരിക്കും. ആണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. നിഫ്റ്റം എന്ന് പറയും. അപ്പോൾ ഇതാണ് നിലവിലുള്ള യൂണിവേഴ്സിറ്റികളും സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഷീറ്റിൽ നമ്മൾ എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതാണ്. നമ്മൾ ഇതിൽ എഡിറ്റ് ചെയ്യുന്നുണ്ടാവും. കണ്ടിന്യൂസ്ലി നമ്മൾ ഈ കാര്യങ്ങൾ ഇതിന്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ ഇതിൽ എഡിറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി പറ്റും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇതിന്റെ നിങ്ങൾ കമ്മിങ് ഡേയ്സിൽ ഞാൻ അതിന്റെ ബാക്കി വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് അത് ചാനൽ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്ന് നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ നിലവിലുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും CET യൂസ് ചെയ്തിട്ടുള്ളവർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. നമ്മളുടെ കമന്റ് ബോക്സിൽ ഹെൽപ്പ് ഡെസ്ക് ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷീറ്റ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഓരോ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് കയറി തപ്പേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതിൽ എന്തായാലും അപ്ഡേറ്റ്സ് കാര്യങ്ങൾ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.